ആനന്ദാശ്രുക്കൾ എന്ന് പറയുന്ന പാഠഭാഗം സാറാ തോമസിൻ്റെ മുറിപ്പാടുകൾ എന്ന് പറയുന്ന നോവലിലെ ഒരു ഭാഗമാണ്. അതിലെ പ്രധാന കഥാപാത്രമായ ജോസ് എന്ന് പറയുന്ന അനാഥ ബാലൻ കർമ്മലീത്ത കന്യാസ്ത്രീകൾ നടത്തുന്ന ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിൽ സിസ്റ്റർ തെരേസയുടെ പരിചരണത്തിൽ കുട്ടിക്കാലം കഴിച്ചവനാണ്. സിസ്റ്റർ തെരേസ എന്ന് പറയുന്നത് എല്ലാ കുഞ്ഞുങ്ങളെയും ഒരുപോലെ കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. ജോസിന് ആ ഓർമ്മകളുണ്ടായിരുന്നു. ജോസിന് ഒരു 5 വയസ്സായ സമയത്ത് അവനെ പട്ടണത്തിലുള്ള ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മറ്റൊരു ഓർഫനേജിൽ കൊണ്ടാക്കി. 100-ലധികം കുട്ടികളും പല പ്രായക്കാരും ആ വിശാല ലോകത്തിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ഒരു മണിമുഴക്കത്തിലാണ് അവരുടെ ദിവസം ആരംഭിക്കുന്നത്. സ്കൂളിലെ മറ്റു കുട്ടികളുമായി ഇടപഴകുന്ന സമയത്ത് തനിക്ക് ആരുമില്ല എന്നൊരു ചിന്ത ജോസിനുണ്ടാകുമായിരുന്നു. കുട്ടികൾ തങ്ങളുടെ കുടുംബക്കാരെക്കുറിച്ച് പറയുന്ന സമയത്ത് അവൻ്റെ ഹൃദയം വേദനിക്കുമായിരുന്നു. തനിക്ക് ആരുമില്ല എന്നൊരു ചിന്തയും ഒഴുക്കുവെള്ളത്തിലെ ഒതളങ്ങ പോലുള്ള തൻ്റെ ജീവിതത്തെക്കുറിച്ചും അവൻ എപ്പോഴും ഓർക്കുമായിരുന്നു. ജോസിൻ്റെ വിഷമങ്ങൾ എപ്പോഴും തീർക്കുന്നത് ഫാദർ ഫ്രാൻസിസ് ആണ്. തനിക്ക് പഠിച്ചുയരാനുള്ള മാർഗം കാണിച്ചു തരണേ എന്നാണ് അവൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. തൻ്റെ 10ാം ക്ലാസ് റിസൾട്ട് വന്ന ദിവസം അവൻ കിടക്കപ്പായയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ക്ലാസ് കിട്ടാനായിട്ട്. അവൻ്റെ ആഗ്രഹം പോലെ തന്നെ ഫാദർ ഫ്രാൻസിസ് നൽകിയ പത്രത്തിൽ അവൻ്റെ നമ്പറിന് മുകളിലുള്ള നക്ഷത്ര ചിഹ്നം അവനെ ഉന്മേഷവനാക്കി. അങ്ങനെ ജോസിൻ്റെ മനസ്സിലുള്ള തുടർന്ന് പഠിക്കാനുള്ള മോഹം തിരിച്ചറിഞ്ഞ ഫാദർ ഫ്രാൻസിസ് ഫാദർ ജോസഫിനോട് പറഞ്ഞ് ചങ്ങനാശ്ശേരിയിലുള്ള സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ പഠിക്കാൻ നിനക്ക് സാധിക്കും, നീ ആശിച്ച പോലെ കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. തൻ്റെ ഈ സന്തോഷം അവൻ കൂട്ടുകാരനായ പീറ്ററിനോട് പങ്കുവയ്ക്കുന്നുണ്ട്. ഈ വാർത്ത 2 പേർക്കും ഒരുപോലെ സന്തോഷം നൽകുന്നതായിരുന്നു. അവരുടെ കണ്ണിൽ നിന്നും ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് പാഠഭാഗം അവസാനിക്കുന്നത്.